മക്കളെ, നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചോളൂ. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കും. എന്താണ്? ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രിയ സഹേലി നീനു, ജന്മദിൻ की हार्दिक ശുഭകാമനായേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യനിൽ ആർക്ക് വേണ്ടിയാണ് ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കേണ്ടത് എന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിലേതാണോ പേര് തന്നിരിക്കുന്നത് ആ പേര് എഴുതുക. പേര് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രിയ സഹേലി നീനു. സഹേലി പറഞ്ഞ കൂട്ടുകാരി, പ്രിയ മിത്ര എന്നും എഴുതാം. ഓക്കെ, പ്രിയ സഹേലി നീനു, ജന്മദിൻ की हार्दिक ശുഭകാമനായേം. അത് കാണാതെ പഠിക്കണം. ജന്മദിൻ की हार्दिक ശുഭകാമനായേം എന്ന് എഴുതി പഠിക്കാം. ഓക്കെ, 16 സിതംബർ 2024 എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം. 16 നിങ്ങൾക്ക് ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ ക്വസ്റ്റ്യൻ തന്നിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മാത്രം ചേർക്കാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മാത്രം ചേർക്കുക. തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ 16 ഡിസംബർ 2024. ഇപ്പം 2026 ആക്കാം. നിങ്ങൾക്കത് 2024 എന്നാണ് എഴുതിയത്. നിങ്ങൾക്കിവിടെ 2025 അല്ലെങ്കിൽ 2026. അപ്പോൾ ഇവിടെ മാറ്റം വരുത്തേണ്ടത് 16 ഡിസംബർ 2025. 24 ഉള്ളത് എന്താക്കി? 25 എന്ന് ആക്കി. അതാണ് നിങ്ങളിവിടെ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടത്. 25. പ്യാർ കെ സാത്ത്. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹത്തോടെ. പ്യാർ കെ സാത്ത്, സ്നേഹത്തോടെ. തുമാരാ ദോസ്ത്, നിന്റെ ഫ്രണ്ട്. പേരും എഴുതാം. നിങ്ങളുടെ പേരെന്താണോ അതിവിടെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്ന് കൂടെ നോക്കാം. പോസ്റ്റർ, അതായത് നമ്മളൊരു ഇറാനി ഫിലിം പഠിച്ചിട്ടുണ്ടായിരുന്നു, ജന്നത്ത് കെ ബച്ചെ അല്ലേ? ജന്നത്ത് കെ ബച്ചെ എന്ന ഇറാനി ഫിലിം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്കൂളിൽ നാടകമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ഇറാനി ഫിലിം പ്രദർശൻ അല്ലെങ്കിൽ ഇറാനി ഫിലിം പ്രദർശനി എന്ന് എഴുതാം. ജന്നത്ത് കെ ബച്ചെ ഏതാണ്? ജന്നത്ത് കെ ബച്ചെ എന്ന ഇറാനി ഫിലിമാണ് പ്രദർശനം ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ജന്നത്ത് കെ ബച്ചെ എന്ന് എഴുതുക. ഇറാനി ഫിലിം പ്രദർശനമാണ് നടക്കാൻ പോകുന്നത്. അത് മുകളിൽ ഇറാനി ഫിലിം പ്രദർശനം എന്ന് എഴുതി. പിന്നെ ഏത് ഫിലിമാണോ അതിൻ്റെ പേര് എഴുതി, ജന്നത്ത് കെ ബച്ചെ എന്ന് എഴുതി. പിന്നെ എന്നാണ് എന്ന് എഴുതണം. താരിഖ്, ഏത് ഡേറ്റിനാണ് എന്നറിഞ്ഞാലാണ് നമുക്ക് ആ ഡേറ്റിൽ അവിടെ പോകാൻ പറ്റുക അല്ലേ? അപ്പോൾ ഡേറ്റ് അറിയണം, ദിവസം ഏതാണ് എന്ന് അറിയണം, സമയം എപ്പോഴാണ് എന്നറിയണം, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നും അറിയണം അല്ലേ? അത്രയും കാര്യങ്ങൾ നമുക്കറിയണം. എപ്പോൾ, എവിടെ, ഏത് സമയത്ത്, ഇപ്പോൾ പറഞ്ഞാൽ എന്നാണ്, ഏത് ഡേറ്റിനാണ്, അതുപോലെ തന്നെ ഏത് സമയത്താണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്. ഈ 3 കാര്യവും നമുക്ക് നിർബന്ധമായിട്ട് അറിയണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഈ 3 എണ്ണം നിങ്ങൾ തെറ്റിക്കാതെ എഴുതിയിരിക്കണം. അതായത് ഡേറ്റ് എഴുതണം. ഇവിടെ എഴുതിയിരിക്കുന്നത് 25/11/2024 നമുക്കിതിനെ 2025 എന്നാക്കാം. 2025 എന്നാക്കി. 25/11/2025 സോമവാർ തിങ്കളാഴ്ച. സമയം സുബഹ് 10 ബജെ, രാവിലെ 10 മണിയാണ് ഇവിടെ സമയം എഴുതിയത്. നിങ്ങൾക്ക് 3 മണിന്നോ ദോപഹർ 2 ബജെ അല്ലെങ്കിൽ 3 ബജെ എന്നൊക്കെ എഴുതാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, സുബഹ് 10 ബജെ. സ്ഥാൻ സമയം,
സോറി സ്ഥലം എവിടെയാണെന്ന്. AUP സ്കൂൾ പാലത്തോൾ. സ്കൂൾ സഭാഗൃഹ്. AUP സ്കൂൾ പാലത്തോളുള്ള AUP സ്കൂളിലാണ്. സ്കൂൾ ഓഡിറ്റോറിയമാണ് അതിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ് ഇവിടെ എഴുതിയത്. സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അത് ഓർമ്മയിൽ നന്നായിട്ട് വെക്കുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കാതെ ആൻസർ ഷീറ്റിൽ എഴുതുക. ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ.